حبل 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 حجب حجب حجاب حجاب بحر بحر سبحا سبحا سبح 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 حاجب حاجب حوت حوت جحيم ജഹീം ഹ വരുന്നൊരു വാക്കുണ്ടോ ഹൽവ പറഞ്ഞാൽ ഹ ഉണ്ട് ഹ വരുന്നൊരു വാക്കുണ്ടോ നഹ്ല് പറഞ്ഞാൽ ഹ ഉണ്ട് ഹ വരുന്നൊരു വാക്കുണ്ടോ മിൽഹ് പറഞ്ഞാൽ ഹ ഉണ്ട് ഇടത്തുനിന്ന് വലത്തോട്ട് വരച്ചു ഹാമിദ പിന്നെ പകുതി വട്ടവും വരച്ചു ചേർത്തു ഹാമിദ അന്ത്യഭാഗമൽപ്പമങ്ങ് നീട്ടിവിട്ടു ഹാമിദ ഭംഗിയായി ഹഇനെ വരച്ചു തന്നു ഹാമിദ ജീമിനു മീതെ ഫത്ഹ വരച്ചാൽ ഞങ്ങൾ പറയും ജ ജ ജ താഴെ പുള്ളികൾ 3 കൊടുത്താൽ ഞങ്ങൾ പറയും ച ച ച മുകളിൽ മറ്റൊരു പുള്ളി കൊടുത്താൽ ഞങ്ങൾ പറയും ഞ ഞ ഞ ഹ ഹ ഹു ഹു ഹി 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 ജ ജ ജു ജു ജി 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 ച ച ചു ചു ചി 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 ഞ ഞ ഞു ഞു നീ 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 أبيح أبيح بحوث بحوث حجا حجا حاجب حاجب ഹാറ് പറഞ്ഞാൽ ഹ ഉണ്ട് ജാറ് പറഞ്ഞാൽ ജീമുണ്ട് ചാറ് പറഞ്ഞാൽ ചായുണ്ട് ഞാറ് പറഞ്ഞാൽ ഞായുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുല്ലപ്പൂ മക്കൾ നന്നായി എഴുതുന്നുണ്ട്, നന്നായി വായിക്കുന്നുണ്ട്, നന്നായി പഠിക്കുന്നുണ്ട്, നന്നായി പാട്ട് പാടുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. എൻ്റെ മുല്ലപ്പൂ മക്കളെ എല്ലാവരെയും അല്ലാഹു തആല നല്ല മക്കളാക്കി തീർക്കട്ടെ. ആമീൻ. കഴിഞ്ഞ ദിവസം വേറെ ഒരു പുതിയ അക്ഷരം പഠിച്ചു. ഇതുവരെ നമ്മൾ അലിഫ് പഠിച്ചു, ഹംസ പഠിച്ചു, ബാ പഠിച്ചു, താ പഠിച്ചു, സാ പഠിച്ചു, ജീം പഠിച്ചു. പിന്നെ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഹ, ജീമിനെപ്പോലെ തന്നെയുള്ള ഒരക്ഷരം, പക്ഷേ പുള്ളിയില്ല. ജീം എഴുതിയ പോലെ തന്നെ എഴുതണം, പുള്ളി വേണ്ട. ഹ നമുക്കൊന്ന് എഴുതി നോക്കാം. ഹ, ഇതാണ് ഹ. ഹ ഹ വരുന്ന 3 വാക്കുകൾ നമുക്ക് ഇന്ന് എഴുതാം. ആദ്യമായി ഹാജിബുൻ. ഇങ്ങനെ എഴുതണം. അതിനുശേഷം ഹാഇന് ഫത്ഹ കൊടുക്കണം, ജീമിന് പുള്ളി കൊടുക്കണം, കസ്റ കൊടുക്കണം, ബാഇന് പുള്ളി കൊടുക്കണം, ലമ്മ തൻവീൻ കൊടുക്കണം. ഹാജിബുൻ. ഇതിൽ എത്ര അക്ഷരമുണ്ട്? ഹാജിബുൻ 4 അക്ഷരമുണ്ട്. ഏതാ?
ഒന്ന് ഹ, 2 അലിഫ്, 3 ജീം, 4 ബ. ഹാജിബുൻ. ഹാഇനു ശേഷം അലിഫ് വന്നു. അലിഫിനെ താഴെ നിന്ന് മുകളിലേക്ക് എഴുതി. അടുത്ത നമ്മുടെ വാക്ക് അഹുജ്ജു. ഇങ്ങനെ എഴുതണം. അതിനുശേഷം അലിഫിന് മുകളിൽ ഹംസ കൊടുത്തു ഫത്ഹ കൊടുക്കണം, ഹാഇന് ലമ്മ കൊടുക്കണം, ജീമിന് പുള്ളി കൊടുത്ത് ശ്രദ്ധ കൊടുത്ത് ലമ്മ കൊടുക്കണം. മനസ്സിലായോ? അഹുജ്ജു. ഇതിൻ്റെ പേരെന്താ? ശ്രദ്ധ. ശ്രദ്ധയുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അക്ഷരത്തിന് ലേശം ഘനം കൂടും. മനസ്സിലായോ? നമുക്ക് ചില അക്ഷരങ്ങൾക്ക് ശ്രദ്ധ കൊടുത്തു നോക്കിയാലോ? കൊടുത്തു നോക്കാം. അ. ഇപ്പോൾ എന്തായി? അബ. ഇതിന് ശ്രദ്ധ കൊടുത്താലോ? അബ്ബ. മനസ്സിലായോ? ശ്രദ്ധ കൊടുത്താൽ അക്ഷരത്തിന് അല്പം ഘനം കൂടും. ബ ബയാകും, ജ ജയാകും. മനസ്സിലായില്ലേ? നമ്മുടെ അടുത്ത വാക്ക് തുഹിബ്ബു. തുഹിബ്ബു. അതിലും ശ്രദ്ധയുണ്ട്. ഏത് അക്ഷരത്തിനാണ് ശ്രദ്ധയുള്ളത്? അതേ ബാഇനാണ്. ഞാൻ എഴുതാം തുഹിബ്ബു. ഇങ്ങനെ എഴുതണം. ശേഷമാണ് താഇന് പുള്ളി കൊടുത്ത് ലമ്മ കൊടുക്കേണ്ടത്. പിന്നെ ഹാഇന് കസ്റ കൊടുക്കണം. പിന്നെ ബാഇന് പുള്ളി കൊടുക്കണം. പിന്നെ ബാഇന് ശ്രദ്ധ കൊടുക്കണം. പിന്നെയാണ് ലമ്മ കൊടുക്കേണ്ടത്. തുഹിബ്ബു. മനസ്സിലായല്ലോ? അൽഹംദുലില്ലാഹ്. എൻ്റെ മുല്ലപ്പൂ മക്കൾ കഴിഞ്ഞുപോയ പാഠങ്ങളിലെ അക്ഷരങ്ങളും വാക്കുകളുമൊക്കെ നിരന്തരം പല പ്രാവശ്യം ഭംഗിയായി എഴുതി നോക്കണം. എന്നാൽ നന്നാക്കി എഴുതാൻ സാധിക്കും. നല്ല കയ്യെഴുത്താകും. കാണാൻ ഭംഗിയുള്ള കയ്യെഴുത്ത്. അല്ലാഹു തആല മക്കളുടെ കയ്യെഴുത്തൊക്കെ നന്നാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. حج حج أحب أحب حجج حجج تحت تحت നീ എവിടെ? ഞാനിത് ഹൽക്കിനകത്തുണ്ട്. ഹൽക്കിനകത്ത് നീ എവിടെ? ഹൽക്കിൻ നടുവിലിരിപ്പുണ്ട്. ഒന്ന് പുറത്ത് വരാമോ നീ? ഞാനിത വന്നു. ഹ ഹ ഹ ഹ പഠിച്ചാൽ ഹജർ പഠിക്കാം. ഹ ഇല്ലെങ്കിൽ ഹജറില്ല. ഹ പഠിച്ചാൽ നഹ്ല് പഠിക്കാം. ഹ ഇല്ലെങ്കിൽ നഹ്ലില്ല. ഹ പഠിച്ചാൽ മിൽഹ് പഠിക്കാം. ഹ ഇല്ലെങ്കിൽ മിൽഹില്ല. ഒന്നാം ബെഞ്ചിലെ കുട്ടികളെല്ലാം ഒന്നായി ചൊല്ലി ഹ ഹ ഹ. രണ്ടാം ബെഞ്ചിലെ കുട്ടികളെല്ലാം ഒന്നായി ചൊല്ലി ഹു ഹു ഹു. മൂന്നാം ബെഞ്ചിലെ കുട്ടികളെല്ലാം ഒന്നായി ചൊല്ലി ഹി ഹി ഹി. ഹഇനു രൂപം 4 നാലും കാണാൻ രസമല്ലേ? ഹബിലിൽ ആദ്യം ഹ അല്ലേ? ബഹ്റിൽ ഹ നടുക്കല്ലേ? സുബ്ഹിലൊടുക്കം ഹ അല്ലേ? നൂഹിൽ ഹ തനിച്ചല്ലേ?
ഹജറിലെ ഒന്നാം ഹർഫേത് ഒന്നാമത്തത് ഹ ആണ്. ബഹറിലെ രണ്ടാം ഹർഫേത് രണ്ടാമത്തത് ഹ ആണ്. മിൽഹിലെ മൂന്നാം ഹർഫേത് മൂന്നാമത്തത് ഹ ആണ്.